ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ നടത്തറ റൂട്ടിലാണ്. അതായത് ആ നടത്തറ സിഗ്നൽ, ആ ജംഗ്ഷനിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്ററുള്ളൂ, അത്ര അടുത്താണ്. ധാരാളം ബസ്സുകൾ പോകുന്ന ഒരു ഏരിയ. അതുപോലെ വീടിൻ്റെ 2 സൈഡിലും നല്ല വീതി കൂടിയ ടാറിംഗ് റോഡാണ്. 3 സൈഡ്, ഇത് ഈ ഒരു സൈഡിലുള്ള വഴിയാണ്. അവിടെ നിന്ന് ധാരാളം വീടുകളുള്ള ഒരു ഏരിയ. അതുപോലെ അവിടെ നിന്ന് വരുന്ന വഴിയാണിത്, വീതി കൂടിയ ടാറിംഗ് റോഡ്. ഒരു 5.5 മീറ്ററോളം ഉണ്ടാവും. അത് ഒരു കാർ കിടക്കാൻ വെച്ചാലും നമുക്ക് മറ്റൊരു വാഹനത്തിന് പോകാനുള്ള സ്പേസ് ഉള്ള ഏരിയ. ധാരാളം വീടുകളുള്ള ഒരു നല്ലൊരു സൂപ്പർ ഏരിയ ആണിത്. നല്ല ജോലിക്കാരൊക്കെ താമസിക്കുന്ന നല്ലൊരു അടിപൊളി ഏരിയ. അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്, ഈ സൈഡും ടാറിംഗ് റോഡ് തന്നെയാണ്, വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ്. നമുക്ക് കാണാം. നല്ലൊരു വെറൈറ്റി എലിവേഷനോട് കൂടിയാണ് ഈ വീട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇവിടെ ഒരു സൈഡിലൊരു ഫോൾഡിങ് ഗേറ്റ് ആണിത്, ചെറുത്. അതുപോലെ ഈ സൈഡിൽ വീതി കൂടിയ ഒരു സ്ലൈഡിങ് ഗേറ്റ്, നമുക്ക് കാണാൻ അറ്റം വരെ ഒരു സ്ലൈഡിങ് ഗേറ്റ് ആണിത്. അതുപോലെ നമ്മുടെ വലിയൊരു വാഹനം നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ നമ്മുടെ മുൻവശത്തായിട്ട് തന്നെയുണ്ട്. നല്ലൊരു വെറൈറ്റി ഡിസൈനോട് കൂടിയാണ് ഇതിൻ്റെ എലിവേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വടക്കോട്ട് ദർശനമാണ് ഈ വീടിൻ്റെ മുൻവശം. നമ്മുടെ വലിയൊരു വാഹനം, നമുക്ക് ഇന്നോവ പോലുള്ളൊരു വാഹനമൊക്കെ നമുക്ക് ഈ ഭാഗത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ സൈഡിലൊക്കെ നമ്മൾ ഫ്ലോർ ടൈൽ വിരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ നമുക്ക് ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഭാഗത്തുമായിട്ടുണ്ട്. വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കിണറാണ്. അതുപോലെ ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ. എത്ര വലിയ പ്രളയം ഉണ്ടായാലും ഇവിടെ വെള്ളം വറ്റാത്തൊരു വെള്ളം കയറാത്തൊരു ഏരിയയും, എത്ര വലിയ വേനൽക്കാലം വന്നാലും വെള്ളത്തിന് ക്ഷാമമില്ലാത്തൊരു ഏരിയ. ധാരാളം വെള്ളമുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഗ്രാനൈറ്റ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. വീതി കൂടിയ വെട്ടുപെറ്റ ടൈല് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡബിൾ പാളി തേക്ക് വുഡിലാണ് ഫ്രണ്ട് ഡോർ കൊടുത്തിരിക്കുന്നത്. ഡബിൾ പാളി ഫ്രണ്ട് ഡോറിൽ കൊടുത്തിരിക്കുന്നത്. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 2x4 വീതി കൂടിയ ടൈല്. നല്ല മനോഹരമായ ഒരു രീതിയിലുള്ള ഒരു TV യൂണിറ്റ് നമുക്കിവിടെ കാണാം. മൾട്ടിവുഡിലാണ് ഇവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ധാരാളം ഇൻറ്റീരിയൽ ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ലിവിങ് ഹാളിൽ തന്നെ 2 റിമോട്ട് കൺട്രോൾ ഫാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടൊരു ഇൻറ്റീരിയൽ ഡിസൈനിലാണ് ഇവിടെ ലിവിങ് ഹാളിൽ കൊടുത്തിട്ടുള്ളത്. ഷോക്കേസ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്, അത് മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ആർച്ചോട് കൂടിയാണ് നമ്മൾ ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ് നമുക്ക് കാണാം. വീതി കൂടിയ ഒരു ഡൈനിങ് ഹാൾ. ക്രോക്കറി യൂണിറ്റ് ഇവിടെ മൾട്ടിവുഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിമോട്ട് കൺട്രോൾ ഫാനോട് കൂടി തന്നെയാണ് ഡൈനിങ് ഹാളിൽ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കും, ഹോൾ സീലിംഗ് വർക്കുകൾ, കളർ പെയിൻറ്റിങ്, വാം ലൈറ്റുകൾ എല്ലാം തന്നെ നല്ല മനോഹരമായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ചുമരിൻ്റെ ഒരു സൈഡിൽ നല്ലൊരു വെറൈറ്റി ഡിസൈനിലെ ടെക്സ്ചർ വർക്കാണിത്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ടെക്സ്ചർ വർക്ക്. ഫസ്റ്റത്തെ ബെഡ്റൂമാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. വളരെ വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മുകൾ വശത്ത് റിമോട്ട് കൺട്രോൾ ഫാനും, ഹോൾ സീലിംഗ് വർക്കുകളും, കളർഫുള്ളായിട്ടുള്ള നല്ല മനോഹരമായ LED ബൾബോട് കൂടിയുള്ള വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഫുൾ സൈസാണ് അൽമാരി വർക്ക് കൊടുത്തിരിക്കുന്നത്. അത് ബാത്റൂമിൻ്റെ ഡോറടക്കം ഉള്ള ഒരു സൈഡാണ് കേട്ടോ. പുറമെന്ന് നോക്കുമ്പോൾ ആരെയിൽ വന്ന് നമുക്ക് ബാത്റൂം ഇല്ലാത്ത പോലെ ഒരു ഫീൽ വരും. ഒരു സൈഡിലാണ് ബാത്റൂമിൻ്റെ ഡോറ്. അതൊരു യൂണിഫോം പോലെയാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് കാണാം. അതിനൊരു സെപ്പറേറ്റ് ഒരു ഡോറ് അറ്റാച്ച്ഡ് ബാത്റൂമിന് കൊടുത്തിട്ടുണ്ട്. സറ എന്ന കമ്പനിയുടെ മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹീറ്ററുള്ള പോയിന്റൊക്കെ സെപ്പറേറ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിററോട് കൂടിയാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്.
5 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1850 സ്ക്വയർ ഫീറ്റിൽ. സ്റ്റെയറിനോട് ചേർന്നിട്ട് ഒരു സൈഡിലായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഒരു മിററോട് കൂടിയിട്ട് നല്ലൊരു വെറൈറ്റി ഡിസൈനോടും ഉള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് കാണാം. നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം ഡൈനിങ് ഹാളിൽ തന്നെയാണ്. തേക്ക് വുഡാണ് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല വീതി കൂടിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നല്ല ഹോൾ സീലിംഗ് വർക്ക്, നല്ല മനോഹരമായ കളർഫുള്ളായിട്ടുള്ള നല്ല LED ബൾബോട് കൂടിയും റിമോട്ട് കൺട്രോൾ ഫാനോട് കൂടിയും നല്ല ഭംഗിയോടുകൂടി തന്നെ എല്ലാ ഭാഗങ്ങളും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല വെറൈറ്റി ഇട്ടുണ്ട്. ഫുൾ സൈസ് കബോർഡ് ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാ ബാത്റൂമിലും വെറൈറ്റി ഡിസൈനിലാണ് വാൾട്ടയിലെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇത് ആ സ്റ്റെയറിനോട് അടിഭാഗത്തുള്ള അറ്റാച്ച്ഡാണ് ബാത്റൂമാണ്. ഇവിടെയും മിററും എല്ലാം ഹോൾഡും മറ്റേ ഹീറ്ററുള്ളതും എല്ലാം നമുക്കിനി വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അഞ്ച് സെൻറ്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു ഹാഫ് ഗ്ലാസ് ഡോറോട് കൂടിയിട്ട് ഒരു എച്ചിങ് ഗ്ലാസോട് കൂടിയിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു വുഡ് ഡിസൈനാണ് കിച്ചണിൽ ടൈല് പാകിയിരിക്കുന്നത്. അപ്പോൾ താഴെയെല്ലാം LED ബൾബുകൾ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ തന്നെയാണ് കബോർഡ് വർക്കുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചിമ്മിനി ഹോബെല്ലാം ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും ടൈല് ചുമരിൽ കൊടുത്തിട്ടുണ്ട്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ചിമ്മിനി സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലും ഫാനോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലും മുകൾ വശത്തുമായിട്ടും കബോർഡ് വർക്ക് ധാരാളം കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നു. അതേ മാച്ചിങ് ഡിസൈനിൽ തന്നെയാണ് ടൈൽ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്യാവുന്ന വിധത്തിലാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റി ഗ്രില്ലും സേഫ്റ്റി ഡോറെല്ലാം വർക്ക് ഏരിയയിലും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിലാണ് ഇവിടെ കബോർഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. വർക്ക് ഏരിയയിലൊരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ വശത്ത് എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു കോമൺ ബാത്റൂമാണ്. യൂറോപ്യൻ ക്ലോസറ്റ് ഫ്ലഷോട് കൂടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റി ഡോറ് പുറത്തേക്ക് കിടക്കുന്നു. വർക്ക് ഏരിയ നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ബേബി മെറ്റിലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇനി ടൈല് പാകണമെങ്കിൽ നമുക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ചിലർക്ക് ഫുള്ളായിട്ട് ടൈല് വിരിക്കാൻ പറയും. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. ബാക്കൊക്കെ ധാരാളം വീടുകളുണ്ട് കേട്ടോ. ധാരാളം വീടുള്ള ഒരു ഏരിയ തന്നെയാണ്. സ്പേസ് ഉണ്ട്. വല്ല എന്തെങ്കിലും നടാനൊക്കെ വേണമെന്നുള്ളവർക്ക് അത് ചെയ്യാം. അല്ല ടൈല് വിരിക്കണമെങ്കിൽ ഇതേ ഇവിടെ കൂടി ബാക്കി വിരിക്കാവുന്നതാണ്. മുൻവശത്തേക്ക് സൈഡിലുള്ള ഭാഗമാണ് കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ റോഡാണ് പോകുന്നത്. ഇവിടെ ധാരാളം വീടുള്ള ഒരു ഏരിയ. നമുക്കിവിടെ ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊരു ഗേറ്റ് വെച്ചാൽ നമുക്കൊരു വാഹനം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ബാക്കിലായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ റോഡുള്ള കാരണം ഒരു സ്ലൈഡിങ് ആയിട്ട് കൊടുത്താൽ ഒരു വാഹനം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഫ്രണ്ടിൽ രണ്ടും ഇവിടെ 3 വാഹനം ഓൾറെഡി ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 5 സെൻറ്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിലെ വടക്കോട്ട് ദർശനമായിട്ട് 4 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 73 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. തൃശ്ശൂർ ടൗണിൽ നിന്ന് 9 കിലോമീറ്റർ ദൂരമാണ്. അതുപോലെ നടത്തറ സിഗ്നലിൻ്റെ അവിടുന്ന് NH നിന്ന് വെറും 3 കിലോമീറ്റർ ദൂരം. അതുപോലെ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ ഉള്ളൂ. ധാരാളം ബസ്സുകളുള്ള ഒരു ഏരിയ തന്നെയാണിത്. സ്കൂള്, സൂപ്പർ മാർക്കറ്റ്, അല്ല ഓട്ടോ സ്റ്റാൻഡ്, അതുപോലെ എല്ലാ ആരാധനാലയങ്ങളും അതെല്ലാം വെറും 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയുണ്ട് കേട്ടോ. മുകൾ വശത്തെ ഒരു ഹാളാണിത്. ഒരു L ഷേപ്പിലുള്ള ഒരു ഹാളാണ്. മുകൾ വശത്തും റിമോട്ട് കൺട്രോൾ ഫാനും
LED ബൾബുകൾ, കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്, ഹോൾ സീലിംഗ് വർക്കൊക്കെ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല വലിയൊരു ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഫാനും ഈ ഹാളിൽ മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട്. ടൈലൊക്കെ നല്ലൊരു വെറൈറ്റി ടൈൽ തന്നെയാണ്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ടൈലൊരു ഭംഗി കുറവ് പോലെ ഫീൽ ചെയ്ത് നേരിട്ട് കാണാൻ നല്ല രസമുള്ള ടൈലാണ്. മുകൾ വശത്തെ 3ാമത്തെ ബെഡ്റൂമാണിത്. അപ്പോക്സി കൂടിയാണ് എല്ലാ ഭാഗത്തും ടൈലെല്ലാം കൊടുത്തിരിക്കുന്നത്. വീതി കൂടിയ ടൈൽ തന്നെയാണ് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും ധാരാളം ഹോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും റിമോട്ട് കൺട്രോൾ ഫാനും. ഇനി വേറൊരു വർക്ക് നമുക്ക് പുതിയതായിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. എല്ലാ വർക്കും ഓൾറെഡി സെറ്റാണ്. അതുപോലെ ഫുൾ ലെങ്ത്ത് അലമാരി വർക്ക് മുകൾ വശത്ത് നിന്ന് തന്നെ ഡബിൾ ഷേപ്പോട് കൂടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ താഴെ കണ്ട രീതിയിൽ തന്നെയാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു യൂണിഫോം പോലെയാണ് ഡോർ കൊടുത്തിരിക്കുന്നത്. പുറത്തുനിന്ന് വരുമാർക്കും അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. ഒരു സെപ്പറേറ്റ് ഡോർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സെറ എന്ന കമ്പനിയുടെ മെറ്റീരിയൽ തന്നെയാണ് എല്ലാ ബാത്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. അഞ്ച് സെൻറ്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. നാല് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അതുപോലെ ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് വിൻഡോസുകളും കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും വെറൈറ്റി ഡിസൈനിലുള്ള ഹോൾ സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായ വെറൈറ്റി കളർ പെയിൻറ്റിങ്. ഫുൾ അലമാരി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വുഡ് ആൻഡ് ഡിസൈൻ ആഷ് കളർ ഡിസൈനിലാണ് ഇവിടെ കബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അതുമാതിരി തന്നെയാണ് ബാത്റൂമിൻ്റെ ഡോറ് പുറമെന്ന് കാണാത്ത വിധത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹീറ്ററിനുള്ള പോയിന്റും സോളാറിൻ്റെ പൈപ്പ് വരെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് ഒരു വർക്കുകളും ചെയ്യണ്ട, എല്ലാ വർക്കുകളും ഇവിടെ ഓൾറെഡി സെറ്റായി ചെയ്തിട്ടുള്ളതാണ്. 5 സെൻറ്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള ഈ വീടിന് 73 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ. ബാൽക്കണിയാണ്, മുകൾ വശത്തെ ബാൽക്കണിയാണിത്. 3-4 പേർക്കൊക്കെ ഈസി ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് മുകൾ വശത്തെ ബാൽക്കണിയിൽ തന്നെയാണ് കേട്ടോ. നല്ലൊരു സ്പേസ് മുകൾ വശത്തും ഇവിടെ ഉണ്ട്. ഇവിടെയും നല്ല സ്പീഡുള്ള ഒരു ചെറിയ ഫാനാണ് കൊടുത്തിരിക്കുന്നത് 4 ലീഫിൻ്റെ. ധാരാളം വീടുകളിലുള്ള ഒരു എന്താ പറയുക വെറൈറ്റി നല്ലൊരു വില്ല പ്രൊജക്റ്റ് മാറ്റിയുള്ള ആ പരിപാടിയാണ്. എല്ലാ വീടുകളിലും കുറേ വീടുകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. കുറേ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ നമുക്ക് കാണാം, അത്ര അടുത്താണ് ബസ് റൂട്ടിൽ നിന്ന്. അവിടെ എല്ലാ ആരാധനാലയങ്ങളും നമ്മുടെ സ്കൂളുകൾ, പള്ളികൾ, മറ്റേ കടകൾ എല്ലാം ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഓപ്പൺ ടെറസാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഷീറ്റ് അടിക്കുന്ന ഷീറ്റ് അടിച്ച് അതിൻ്റെ റേറ്റ് അതൊക്കെ നമുക്ക് റേറ്റ് കൺഫേം ആക്കിയതിന് ശേഷം ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ ചെയ്ത് നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റെയറാണ് ഒരു സൈഡിലായിട്ട് ഇപ്പോൾ ഒതുക്കി കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ടോപ്പിൽ സ്റ്റാൻഡുമാണ് ടാങ്കും വെച്ചിട്ടുള്ളത്. 1000 ലിറ്ററിൻ്റെ ടാങ്ക്. വാഷിംഗ് മെഷീനുള്ള പോയിന്റ് താഴെയുണ്ട്. അതുപോലെ മൂലവശത്തും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലുള്ള വീടുകളുടെ വ്യൂസാണിത്. ധാരാളം വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണിത്. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. ബൈ.